അവധിക്കാലം ആഘോഷമാക്കാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വസന്തകാലം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. DTPCയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് പുഷ്പമേളയ്ക്ക് മൂന്നാറിൽ തുടക്കമായി. ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ വസന്തത്തിന്റെ വിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദേശീയ പൂക്കളടക്കം 5000-ഓളം ഇനം പുഷ്പങ്ങളുടെ നയനമനോഹര കാഴ്ചയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ് പുഷ്പങ്ങളും മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന കള്ളിമുൾ ചെടിയും ഡാലിയപ്പൂക്കളും മേരി ഗോൾഡും മെലസ്റ്റോമ ഇംപേഷ്യൻസ്, മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ, മഗ്നോളിയ ലില്ലി ഫ്ലോറ, വിവിധയിനം റോസുകൾ, 30 ഇനം ചൈനീസ് ബോൾസം, 31 ഇനം അസീലിയ, ആന്തൂര്യൻ തുടങ്ങിയവയുടെ വർണ്ണവസന്തമാണ് മൂന്നാറിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ കീഴിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മെയ് 1 മുതൽ 12 വരെ നടക്കുന്നത്. ഇതില് 5000-ക്ക് മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. 7:30-ക്ക് DJ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നടത്തുന്നുണ്ട്. പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന മേള രാത്രി 9 മണി വരെ നീളും. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണ് പ്രവേശന ഫീസ്. വിവിധ വർണ്ണങ്ങളിൽ പൂത്തു നിൽക്കുന്ന ചെടികൾ ഏറെ ആസ്വാദികരമെന്ന് സഞ്ചാരികളും പറയുന്നു. കേരളത്തിൽ നിന്നല്ല എല്ലാ പ്രദേശത്തും ഇപ്പൊ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്, അസഹനീയമായ ചൂട്. മൂന്നാറിലെങ്കിലും അല്പം ആശ്വാസം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ടൂറിസ്റ്റിന്റെ സമയമൊക്കെ അല്ലേ, വെറുതെ മൂന്നാർ വരെ ഒന്ന് കൊച്ചുമക്കളൊക്കെ ആയിട്ടൊന്ന് വന്നു നോക്കിയതാണ്. ഉച്ചയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട്. ഇപ്പൊ വൈകുന്നേരമായി, അല്പം ആശ്വാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല മൂന്നാറില്. എന്നാലും കുറെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. പൂക്കൾക്ക് പുറമെ സെൽഫി പോയിന്റുകളും ആനയും മരംകൊത്തിയും അണ്ണാനുമെല്ലാം പൂക്കളിൽ തന്നെ ഇടം നേടിയിട്ടുണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് വാട്ടർ ഫൗണ്ടേഷൻ ഷോയും അതിനുശേഷം പ്രത്യേക പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചൂടൽപ്പം കൂടിയിട്ടുണ്ടെങ്കിലും അവധിക്കാലം ആഘോഷിക്കാനും പുഷ്പമേള സന്ദർശിക്കാനുമായി നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. ജനം, ഇടുക്കി.